നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ. പല വർഷങ്ങളായിട്ട് നമ്മൾ തമിഴ്നാട്ടിലെ പളനിയിലേക്ക് യാത്ര പോകുന്നുണ്ടെങ്കിലും ഇതുവരെ പോകാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ സുരുളി വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള സുരുളിമലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ശിവക്ഷേത്രമായ കോടിലിംഗ തപോവനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ഉൾഗ്രാമത്തിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് മറ്റൊരു ക്ഷേത്രം കൂടി നമ്മൾ കണ്ടു, ശ്രീ ഋഷിമലയാണ്ടി ക്ഷേത്രം അറക്കട്ടളൈ. ഈ അറക്കട്ടളൈ എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് കേട്ടോ. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തമിഴ്നാടിൻ്റെ തനതായ പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. അതുകൊണ്ട് നമ്മൾക്ക് ഒട്ടും ബോറടിക്കത്തേയില്ല. ഈ കാണുന്നത് പുളിമരമാണ് കേട്ടോ, നമ്മുടെ വാളംപുളി. ഇഷ്ടം പോലെ വാളംപുളിയാണ് രണ്ട് സൈഡിലുമായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലും ഇടതൂർന്ന വൃക്ഷങ്ങളായതുകൊണ്ട് വലിയ ബസ്സുകൾക്ക് പോകാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. പ്രധാന റോഡിൽ നിന്നും ഒരു 800 മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താം. പാരമ്പര്യ ചികിത്സയുടെ പേരിൽ സുരുളി നേരത്തെ തന്നെ പ്രശസ്തമാണ്. നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് പാരമ്പര്യ ചികിത്സാ കേന്ദ്രങ്ങളുമുണ്ട്. ഒടുവിനൊക്കെ വളരെ വിദഗ്ധമായ രീതിയിലുള്ള ചികിത്സകളാണ് ഇവിടെ ലഭിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്കായി മിക്ക ദിവസങ്ങളിലും അന്നദാനം ഇവിടെ ഒരുക്കുന്നുണ്ട്. അന്നദാനം നമുക്ക് വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ക്ഷേത്രത്തിലേക്ക് അടുക്കുമ്പോൾ തന്നെ നമ്മൾ ഭക്തിയുടെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിപ്പെട്ടതുപോലെ തോന്നാം. കമ്പം തേനി വഴി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ഇതൊന്ന് കാണുക എന്നുള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറിയിട്ട് പോകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. എണ്ണിയാൽ ഒതുങ്ങാത്തത്ര എണ്ണത്തിലുള്ള ശിവലിംഗങ്ങൾ. ഇവിടെയാണ് പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗം ഇരിക്കുന്നത്. ഈ ശ്രീകോവിലിനുള്ളിലായി 9 ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ശിവലിംഗ പ്രതിഷ്ഠയും ഉണ്ട്. ഇനിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായ ധ്യാനലിംഗം. 70 അടി ഉയരത്തിലുള്ള ധ്യാനലിംഗം ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതയാണ്. ശിവലിംഗ പ്രതിഷ്ഠ കൂടാതെ മറ്റ് പ്രതിഷ്ഠകളായിട്ട് വിനായകൻ, ഹനുമാൻ, സരസ്വതി ദേവി എന്നിവരുടെ വിഗ്രഹങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിലെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ 11:30 വരെയും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയുമാണ്. ഈ വർഷത്തെ പഴനി യാത്രയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടെങ്കിലും എന്നെ ആകർഷിച്ച വളരെ മനോഹരമായ, മനസ്സിന് ഭക്തിയും കുളിർമയും നൽകിയ ഒരു സ്ഥലമാണ് കോടിലിംഗ തപോവനം എന്ന് പറയാതിരിക്കാൻ വയ്യ. കോടിലിംഗ തപോവനത്തിലെ പ്രധാന ശ്രീകോവിലിന് ചുറ്റുമായി 1008 ശിവലിംഗങ്ങളും ക്ഷേത്രത്തിന് ചുറ്റും മൊത്തത്തിൽ 1 കോടി ശിവലിംഗങ്ങളുമാണ് പ്രതിഷ്ഠ ചെയ്യപ്പെട്ടിട്ടുള്ളത്. തമിഴ്നാട്ടിലെ മറ്റു ക്ഷേത്രങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഒരുപാട് ഉയരത്തിലുള്ള ക്ഷേത്ര ഗോപുരമൊന്നും ഈ കോടിലിംഗ തപോവനത്തിലില്ലെങ്കിലും ഇവിടുത്തെ പ്രധാന ആകർഷണം ശിവലിംഗങ്ങൾ തന്നെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ഷേത്രവും ഇതിനോടനുബന്ധിച്ചുള്ള ശിവലിംഗങ്ങളും ഒന്ന് കണ്ടുപോയെന്നുള്ളത് ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ വേണം കരുതാനായിട്ട്. എന്തായാലും നമ്മുടെ യാത്രക്കിടയിൽ ഇവിടെ വന്ന് ചേരാനായിട്ട് കഴിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന മഹാക്ഷേത്രത്തിലെ 70 അടി ഉയരമുള്ള മഹാശിവലിംഗം യാത്രക്കിടയിൽ എങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് തന്നേക്കണേ.